നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവവികാസങ്ങളിലേക്ക്. കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ ശക്തമായ കടൽ കയറ്റം. ആറാട്ടുപുഴയിൽ വീട് തകർന്നു, നിരവധി വീടുകൾ അപകട ഭീഷണി. ചവറ കരിത്തുറയിലും കടൽ കയറ്റം. കുളത്തൂപ്പുഴ 11-ാം മൈലിൽ മരം കടപുഴകി ഗതാഗതം തടസ്സപ്പെട്ടു. മരത്തിനടിയിൽപ്പെട്ട് ബൈക്ക് തകർന്നു, കാറിനും കേടുപാടുകൾ സംഭവിച്ചു. അപകടാവസ്ഥയിലായ മരങ്ങൾ മുറിച്ചു മാറ്റാത്തതിൽ കോൺഗ്രസിന്റെ പ്രതിഷേധം. യുവതിയുടെ മോർഫ് ചെയ്ത ചിത്രങ്ങൾ കാട്ടി പണം തട്ടാൻ ശ്രമം. മൈനാഗപ്പള്ളി സ്വദേശിയായ സെയിൽസ്മാൻ അറസ്റ്റിൽ. വിവാഹ വസ്ത്രം വാങ്ങാനെത്തിയ 24 വയസ്സുകാരിയുടെ ഫോട്ടോ എടുത്ത് മോർഫ് ചെയ്ത കേസിലാണ് അറസ്റ്റ്. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ലൈബ്രറികളുള്ള രണ്ടാമത്തെ ജില്ല കൊല്ലമാണെന്ന് മന്ത്രി KN ബാലഗോപാൽ. ചിന്നക്കടയിൽ ജില്ലാ ലൈബ്രറി കൗൺസിലിന്റെ ആസ്ഥാന മന്ദിരമായ ONV സെന്റർ നാടിന് സമർപ്പിച്ചു. ഡിജിറ്റൽ സങ്കേതങ്ങളിലൂടെ വായനയുടെ പ്രയാണം തുടരുകയാണെന്നും മന്ത്രി. വിശദമായ വാർത്തകളിലേക്ക്. കൊല്ലത്തും ആലപ്പുഴയുടെ തീരത്തും ശക്തമായ കടലാക്രമണം. ആറാട്ടുപുഴയിൽ വീട് തകർന്നു. കൊല്ലത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ കടൽ കയറ്റം ശക്തമാണ്. കൊല്ലം ജില്ലയിലെ ആലപ്പാടും ആലപ്പുഴ ജില്ലയിലെ ആറാട്ടുപുഴയിലും കടലാക്രമണം ശക്തമാണ്. ആലപ്പാട് ഗ്രാമപഞ്ചായത്തിന്റെ തീരപ്രദേശങ്ങളിൽ തീരത്തേക്ക് കടൽ കയറുന്ന സ്ഥിതിയുണ്ട്. സ്രായിക്കാട് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ കടൽ കയറ്റ ഭീതിയിലാണ്. ആലപ്പുഴ ജില്ലയിലെ ആറാട്ടുപുഴയിൽ കടലേറ്റം രൂക്ഷമായി തുടരുകയാണ്. പെരുമ്പള്ളിയിൽ ഒരു വീട് തകർന്നു. തീരസംരക്ഷണം ആവശ്യപ്പെട്ട് പ്രദേശവാസികൾ റോഡ് ഉപരോധിച്ചു. വലിയഴീക്കൽ, പെരുമ്പള്ളി, കാർത്തിക ജംഗ്ഷൻ എന്നിവിടങ്ങളിലാണ് കടലേറ്റം ദുരിതം വിതച്ചത്. പെരുമ്പള്ളി പറത്തറയിൽ കുഞ്ഞുമോന്റെ വീടാണ് കടൽക്ഷോഭത്തിൽ തകർന്നത്. പിന്നിലെ ഭിത്തി ഭാഗികമായി നിലംപൊത്തി. അടിത്തറയുടെ മണ്ണ് നഷ്ടപ്പെട്ടു. ഏതു നിമിഷവും വീട് പൂർണ്ണമായും തകർന്നു വീഴും. ഇതേ തുടർന്ന് വീട്ടിലെ സാധന സാമഗ്രികൾ സമീപ വീടുകളിലേക്ക് നീക്കി. ഭീഷണി ശക്തമായ സാഹചര്യത്തിൽ മണൽച്ചാക്കടിക്ക് വീട് സംരക്ഷിക്കാനുള്ള അവസാന ശ്രമവും ഫലം കണ്ടില്ല. മാത്തേരിൽ രതീഷിന്റെ ഉൾപ്പെടെയുള്ള വീടുകൾ അപകട ഭീഷണിയിലാണ്. ഹതഭാഗ്യരായ മത്സ്യത്തൊഴിലാളികൾ മാത്രം താമസിക്കുന്ന ഈ പ്രദേശത്തേക്ക് എല്ലാ വ്യത്യസ്തരായ രാഷ്ട്രീയ പാർട്ടിക്കാരും യാതൊരുവിധമായ സഹായങ്ങളും ചെയ്യാതെ ഹതഭാഗ്യരായ ഇവരെ ഇങ്ങനെ നോക്കി ഇവരുടെ അരികിലേക്ക് എത്താതെ കണ്ണുനീർ വാർത്ത് കഴിയുന്ന ദുരവസ്ഥയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ചെറുക്കൂട്ടിയതൊക്കെ ഈ കടലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ നിമിഷവും മാറി മാറുന്ന ഭരണകർത്താക്കൾ ഓരോരുത്തരായി നൽകുന്ന ഓരോ വിഷയങ്ങൾ മാത്രമാണ് ഇവർക്ക് മാത്രം പ്രതിഫലമായിട്ടുള്ളത്. ആറാട്ടുപുഴയിൽ കടൽ കയറ്റം ശക്തമായതോടെ തീരദേശ റോഡിലേക്ക് തിരമാലകൾ അടിച്ചു കയറുകയാണ്. ന്യൂസ് ബ്യൂറോ, കായംകുളം. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ലൈബ്രറികളുള്ള രണ്ടാമത്തെ ജില്ല കൊല്ലമാണെന്ന് മന്ത്രി KN ബാലഗോപാൽ. ചിന്നക്കടയിൽ ജില്ലാ ലൈബ്രറി കൗൺസിലിന്റെ ആസ്ഥാന മന്ദിരമായ ONV സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. കാലാനുസൃത മാറ്റങ്ങളുടെ ഭാഗമായി ഡിജിറ്റൽ സങ്കേതങ്ങളിലൂടെ വായനയുടെ പ്രയാണം തുടരുകയാണെന്നും മന്ത്രി പറഞ്ഞു. പഴയ അറിവുകളും സാഹിത്യ പൊതുമണ്ഡലങ്ങളിലെ മൺമറഞ്ഞ മഹാരഥന്മാരെ പുതുതലമുറ അറിയുന്നത് ഡിജിറ്റൽ വായനയിലൂടെയാണെന്ന് ചിന്നക്കടയിൽ ജില്ലാ ലൈബ്രറി കൗൺസിലിന്റെ ആസ്ഥാന മന്ദിരമായ ONV സെന്റർ നാടിന് സമർപ്പിച്ച് മന്ത്രി പറഞ്ഞു. ലൈബ്രറി പ്രസ്ഥാനത്തിന് വളരെ വലിയ ചരിത്രമുണ്ട് എന്ന് എന്നെക്കാളും അറിയുന്നവരാണ് ഇവിടെ ഇരിക്കുന്നത്. അങ്ങനെയുള്ള ജില്ലയിൽ ലൈബ്രറി കൗൺസിലിന്റെ ജില്ലാ ഓഫീസ് വളരെ മനോഹരമായ ഒരു കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിക്കുന്നു. അതിന് ഓഫീസാകുന്നു എന്നുള്ളത് സന്തോഷകരമായ കാര്യമാണ്. നമുക്ക് ലോകത്തിന് മുമ്പിൽ എടുത്തു കാണിക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കൊല്ലംകാരൻ, കൊല്ലത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളിൽ ഒരാളായ ONV സാറാണ് ഈ കെട്ടിടത്തിൻ്റെ തറക്കല്ലിട്ടത് എന്നുള്ളത് വളരെ സന്തോഷകരവും അഭിമാനകരവും. പുതുതലമുറയെ വായനയിലേക്ക് ആകർഷിക്കാൻ ഗ്രന്ഥശാലകളിൽ ഡിജിറ്റൽ സൈബർ വായനയ്ക്ക് ഇടമൊരുക്കണമെന്ന് പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് മന്ത്രി J. ചിഞ്ചുറാണി ചൂണ്ടിക്കാട്ടി. ഗ്രന്ഥശാല പ്രവർത്തകർ വർഷങ്ങളായി ആഗ്രഹിക്കുന്ന ഒരു ഇരിപ്പിടത്തിനാണ് ഇന്നിവിടെ തിരശ്ശീല ഉയർന്നത്. ലൈബ്രറി കൗൺസിലിന് വേണ്ടി ഈ കെട്ടിടത്തിൻ്റെ നിർമ്മാണ ഉദ്ഘാടനത്തിന് ശില പാകിയത്
നമ്മുടെ മലയാളത്തിൻ്റെ നിലാവായ പ്രിയ കവി ONV സാർ ആണെന്നത് ഈ അവസരത്തിൽ അഭിമാനത്തോടുകൂടി ഓർക്കുകയാണ്. സർഗാത്മകമായ ഒരു നാടിനെ സൃഷ്ടിക്കുന്നതിൽ പുസ്തകങ്ങളും വായനയും നൽകുന്ന സംഭാവന വളരെ വലുതാണ്. നമ്മുടെ തന്നെ ഗ്രാമങ്ങളിലൂടെ ഉള്ളറകളിൽ പോലും കടന്നു ചെന്ന് ഒരു ഗ്രന്ഥശാലയ്ക്കും പ്രവർത്തന മാർഗനിർദ്ദേശങ്ങൾ നൽകി അവയെ സംഘടിതവും അതോടൊപ്പം വ്യവസ്ഥാപിതമാക്കുന്നതിലും ജില്ലാ ലൈബ്രറി കൗൺസിൽ നടത്തുന്ന സാംസ്കാരിക ഇടപെടലുകളെ അഭിനന്ദിക്കുവാൻ കൂടി ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ്. M. നൌഷാദ് MLA മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് KB മുരളീകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. മിനി കോൺഫറൻസ് ഹാളിന്റെ ഉദ്ഘാടനം മേയർ ഹണി നിർവഹിച്ചു. ONVയുടെ ഛായാചിത്രം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PK ഗോപൻ അനാച്ഛാദനം ചെയ്തു. ഓഫീസ് ഉദ്ഘാടനം സംസ്ഥാന ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി VK മധു നിർവഹിച്ചു. ജില്ലാ ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി D. സുകേശൻ, ഡെപ്യൂട്ടി മേയർ SJN, സംസ്ഥാന ജില്ലാ ലൈബ്രറി കൗൺസിൽ ഭാരവാഹികൾ, അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. അഖില കേരള കുടിപ്പള്ളിക്കൂടം ആശാൻ അസോസിയേഷൻ സ്പെഷ്യൽ കൺവെൻഷൻ ചവറയിൽ നടത്തി. ആശാന്മാരുടെ പ്രതിമാസ വേതനം വർദ്ധിപ്പിച്ച സർക്കാരിനെ അഭിനന്ദിക്കുന്നതിന്റെ ഭാഗമായാണ് കൺവെൻഷൻ നടത്തിയത്. അഖില കേരള കുടിപ്പള്ളിക്കൂടം ആശാൻ അസോസിയേഷൻ സംസ്ഥാന സ്പെഷ്യൽ കൺവെൻഷൻ നടത്തി. ആശാന്മാരുടെ പ്രതിമാസ വേതനം 1000 രൂപയിൽ നിന്ന് 2000 രൂപയായി വർദ്ധിപ്പിച്ച സർക്കാരിനെ അഭിനന്ദിക്കാനും നേതാക്കന്മാരെ അനുമോദിക്കാനുമാണ് കൺവെൻഷൻ സംഘടിപ്പിച്ചത്. ചവറ ശങ്കരമംഗലം SNDP യൂണിയൻ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച കൺവെൻഷൻ ഡോക്ടർ സുജിത് വിജയൻപിള്ള MLA ഉദ്ഘാടനം ചെയ്തു. ഇത് നിരന്തര പോരാട്ടത്തിലൂടെ നടത്തിയ ഈ ശ്രമങ്ങൾ സർക്കാർ നടപ്പാക്കുന്നത് ഗ്രാമപഞ്ചായത്തുകൾ, നേരത്തെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് പറഞ്ഞതുപോലെ തന്നെ തദ്ദേശ ഗ്രാമപഞ്ചായത്തുകളുടെ തനത് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ കർമ്മം നിർവഹിക്കേണ്ടത്. അപ്പം ഓരോ പഞ്ചായത്തുകളുടെ പരിധിയിൽ വരുന്നിട്ടുള്ള കുടിപ്പള്ളിക്കൂടം ആശാന്മാരുടെ ലിസ്റ്റ് കൃത്യമായിട്ട് പലരും വാർദ്ധക്യ സഹിതമായ അസുഖം കാരണം ഒരു പക്ഷേ ഈ വിവരം പോലും അതിൽ കാണത്തില്ല. അപ്പം നമ്മുടെ പഞ്ചായത്തിലുള്ള ഓരോരുത്തരെയും കൃത്യമായി അറിയിക്കുകയും ആ ലിസ്റ്റുകൾ പഞ്ചായത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ഒക്കെ ചെയ്യേണ്ടത് കൂടി സംഘടന ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ പലപ്പോഴും ഇതിന്റെ ഒരു പ്രതിസന്ധി ഞാൻ പെട്ടെന്ന് മനസ്സിലാക്കുന്നത് ചവറ ഗ്രാമപഞ്ചായത്തിനോ പന്മല ഗ്രാമപഞ്ചായത്തിനോ ഒന്നും വലിയ ബുദ്ധിമുട്ടുണ്ടാകത്തില്ല. തനത് കൊണ്ട് അത്യാവശ്യമുള്ള പഞ്ചായത്തുകളാണ്. പക്ഷേ നമ്മുടെ സംസ്ഥാനത്തെ ഒട്ടുമിക്ക പഞ്ചായത്തുകളും അത് അങ്ങനെയല്ല. നമ്മുടെ മണ്ഡലത്തിൽ തന്നെ ചുറ്റുപാട് നീണ്ടകര, കേവലകര പഞ്ചായത്തുകളൊക്കെ തനതിന്റെ ഫണ്ടിന്റെ കാര്യത്തിലൊക്കെ കുറച്ച് പിന്നോട്ടാണ്. അങ്ങനെയുള്ള പഞ്ചായത്തുകൾ ഒരുപക്ഷെ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ട് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിന് പ്രയോറിറ്റൈസ് ചെയ്യണം, മുൻഗണന കൊടുക്കണം. അപ്പോൾ മുൻഗണന തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ആശാന്മാരുടെ ഗ്രാൻഡിന്റെ കാര്യത്തിൽ പഞ്ചായത്തിന്റെ മുൻഗണന കൊടുക്കുവാനുള്ള ഒരു ശ്രമം കൂടി നമ്മുടെ എല്ലാം ശ്രദ്ധയിൽ വരണം. അതുകൊണ്ടാണ് അത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ ആശാന്മാരുടെ ഒരു ചരിത്രത്തെക്കുറിച്ച് സവിസ്തരം തന്നെ ഒരു അനുഭവത്തിലൂടെ തന്നെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് വളരെ ഹൃദ്യമായ ഭാഷയിൽ, ഹൃദയത്തിൽ തൊടുന്ന ഭാഷയിൽ സംസാരിക്കുകയുണ്ടായി. ചവറ സുരേന്ദ്രൻപിള്ള അധ്യക്ഷത വഹിച്ചു. R. പവിത്രൻ ആദരവ് നിർവഹിച്ചു. ഇടക്കുളങ്ങര തുളസി, അഡ്വക്കേറ്റ് CP സുധീഷ് കുമാർ, അഡ്വക്കേറ്റ് JR സുരേഷ് കുമാർ, ഓച്ചിറട്ടി ഗംഗാദേവി തുടങ്ങിയവർ പങ്കെടുത്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായാലും നിലത്തിരുത്താശന്മാരെ കാണാത്തവരായാലും നമ്മളെല്ലാവരും ആരംഭിക്കുമ്പോൾ താഴെ ഇറങ്ങിയ സമാനം ആദ്യം താഴെ ഇറങ്ങിയ കാലത്ത് നമ്മളെ ചെവിക്ക് പിടിച്ച് നമ്മളെ കൊണ്ടുപോയി സ്നേഹത്തോട് ഇടമാണ് ഈ ആശാന്തി, ആശാൻ കേന്ദ്രം. സത്യം പറഞ്ഞാൽ ഞാൻ ഈ ആശാന്തി എന്തൊരു ആശാന്തി ഉണ്ടായിരുന്നു. നിങ്ങളെ വാര്യത്തെ ആശാന്തി എന്നെ പഠിപ്പിക്കാൻ കഴിക്കുമ്പോൾ ഞാൻ അവിടെ പോകുമ്പോൾ ആശാന്റെ ചെവി പോകുമ്പോഴത്തേക്ക് ഞാൻ കിട്ടിയില്ല. എനിക്ക് പഠിക്കുന്നവരുടെ യോജിപ്പായതുകൊണ്ടാണ് ഞാൻ ഒറ്റ ഓടത്തിൽ കിട്ടിയത്. ആശാന്റെ അവസരം ബുദ്ധിമുട്ടി വേറൊരു ആശാനെ പറഞ്ഞ് ബുദ്ധിമുട്ടാണ് അതിനെ പഠിപ്പിച്ചത്. അതുകൊണ്ട് ഈ ആശാൻ പറഞ്ഞപ്പോൾ നമുക്ക് ഓർക്കുമ്പോൾ ഒരുപാട് അനുഭവങ്ങൾ മനസ്സിലേക്ക് കൊണ്ടു വരും. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ മനസ്സിൽ സമ്മാനിക്കുന്ന, എല്ലാവരും സമ്മാനിക്കുന്ന ഒരിടമാണ് ആശാൻ പള്ളിക്കൂടം. ഈ ആശാൻ പള്ളിക്കൂടം എന്ന് പറഞ്ഞാൽ അവിടെ ആശാനായാലും അവിടെ എത്ര സ്നേഹത്തോടുകൂടിയാണ് നമ്മളെ അവിടെ പരിപാലിക്കുന്നത്. അവിടെ എന്തിന് വഴക്കമൊക്കെ പറയുന്നത് നഖം നീട്ടി വളർത്തിയ ആശാന്മാരെ പണ്ട് വിളിയാണ്. നഖം നീട്ടി വളർത്തുന്ന ആശാന്മാരുടെ ലക്ഷണമായിരുന്നു. ഈ നഖം നീട്ടി വളർത്തുന്ന എന്തിനാണെന്ന് ചോദിച്ചാൽ ഓർമ്മല്ല, അത് നമ്മുടെ സ്നേഹത്തോടെ അല്പം ഭയപ്പെടുത്താം. ന്യൂസ് ബ്യൂറോ, ചവറ.
യുവതിയുടെ മോർഫ് ചെയ്ത ചിത്രങ്ങൾ കാട്ടി പണം തട്ടാൻ ശ്രമിച്ച സെയിൽസ്മാൻ അറസ്റ്റിൽ. കൊല്ലം മൈനാഗപ്പള്ളി സ്വദേശി അജാസ് ആണ് അറസ്റ്റിലായത്. കടയ്ക്കലിലാണ് സംഭവം. വിവാഹ വസ്ത്രം വാങ്ങാനെത്തിയ 24 വയസ്സുകാരിയുടെ ഫോട്ടോ എടുത്ത ശേഷം മോർഫിംഗിലൂടെ നഗ്നചിത്രങ്ങൾ നിർമ്മിച്ച് പണം തട്ടാൻ ശ്രമിക്കുകയായിരുന്നു. വിവാഹ വസ്ത്രം വാങ്ങാനെത്തിയ യുവതിയുടെ ചിത്രം മൊബൈൽ ഫോണിൽ പകർത്തി മോർഫിംഗിലൂടെ നഗ്നചിത്രങ്ങളാക്കി ഉമ്മയെ കാണിച്ച് ലക്ഷങ്ങൾ തട്ടാൻ ശ്രമിച്ച കേസിലാണ് സെയിൽസ്മാനെ കടയ്ക്കൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. മൈനാഗപ്പള്ളി നല്ലതറ കിഴക്കതിൽ 34-കാരനായ അജാസ് ആണ് പിടിയിലായത്. കഴിഞ്ഞ വർഷം വിവാഹ വസ്ത്രങ്ങൾ വാങ്ങാനായാണ് യുവതി കടയ്ക്കലിലെ വസ്ത്രവ്യാപാരശാലയിലെത്തിയത്. ഇവിടെ എത്തിയ പെൺകുട്ടിയുടെ ചിത്രം ഇയാൾ ഫോണിൽ പകർത്തുകയായിരുന്നു. ടെക്സ്റ്റൈൽസിൽ ജോലി ചെയ്യുന്ന പെൺകുട്ടിയുടെ ബന്ധുവിൽ നിന്ന് കാര്യങ്ങൾ അന്വേഷിച്ചറിഞ്ഞ ശേഷമാണ് യുവതിയുടെ വീട്ടിലെത്തി നഗ്നചിത്രങ്ങൾ കാണിച്ചു കൊടുത്തത്. 1 ലക്ഷം രൂപ തന്നില്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ ചിത്രങ്ങൾ പ്രചരിപ്പിക്കുമെന്നും ഇയാൾ പറഞ്ഞു. പലതവണ ഇയാൾ വീട്ടിലെത്തി ഉമ്മയെ ഭീഷണിപ്പെടുത്തി. ഈ സാഹചര്യത്തിലാണ് ഇവർ പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ചത്. പോലീസ് അന്വേഷിച്ചെത്തിയപ്പോൾ ഇയാൾ കടയിൽ നിന്നും മുങ്ങി. കഴിഞ്ഞ ദിവസം ഇയാൾ തമിഴ്നാട്ടിലുണ്ടെന്ന് പോലീസിന് വിവരം ലഭിച്ചു. തുടർന്ന് തമിഴ്നാട്ടിലെ രാമനാഥപുരത്തെത്തി അവിടെ ഇയാൾ ജോലി ചെയ്യുകയായിരുന്ന സൂപ്പർമാർക്കറ്റിൽ നിന്നും പിടികൂടുകയായിരുന്നു. കടയ്ക്കൽ SHO സുബിൻ തങ്കച്ചൻ, SI സിജു സജിൻ, അൻസാദ് തുടങ്ങിയവരായിരുന്നു അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ശാസ്താംകോട്ടയിൽ പ്രതിഷേധ സംഗമം നടത്തി. 8ാം ക്ലാസ് വിദ്യാർത്ഥി മിഥുന്റെ മരണത്തിന് ഉത്തരവാദികളായവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടാണ് പ്രതിഷേധ സംഗമം നടത്തിയത്. തേവലക്കര ബോയ്സ് ഹൈസ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥി മിഥുന്റെ മരണത്തിന് ഉത്തരവാദികളായ സ്കൂൾ മാനേജ്മെന്റിനും KSEBക്കുമെതിരെ നടപടി സ്വീകരിക്കുക, മിഥുന്റെ കുടുംബത്തിന് നഷ്ടപരിഹാരമായി മാനേജ്മെന്റ് 50 ലക്ഷം രൂപയും കുടുംബത്തിൽ ഒരാൾക്ക് ജോലിയും നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമം നടത്തിയത്. ഇതിന്റെ ഭാഗമായി ആദിക്കാട്ടുമുക്കിൽ നിന്നും കാരാളിമുക്കിലേക്ക് പ്രകടനവും നടത്തി. കൊടിക്കുന്നിൽ സുരേഷ് MP പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്തു. വർഷങ്ങൾ പഴക്കമുള്ള തേവലക്കര ഹൈസ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥി 13 വയസ്സ് മാത്രം പ്രായമുള്ള മിഥുൻ എന്ന ആ കുട്ടിയുടെ മരണം നമ്മുടെ നാടിനെ മാത്രം അല്ല നടുക്കിയത്, മറിച്ച് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെ ആകെ മാനസികമായി അവരെ തളർത്തുകയും ശാരീരികമായി അവർക്ക് പലതരത്തിലുള്ള ആഘാതങ്ങൾ ഉണ്ടാക്കുകയും ചെയ്ത ഒരു സംഭവമാണ്. സ്വാഭാവികമായ 10,000-ഓളം കുട്ടികൾ പഠിക്കുന്ന ഒരു വിദ്യാലയത്തിൽ അപ്രതീക്ഷിതമായി തങ്ങളോടൊപ്പം പഠിക്കുന്ന ഒരു കുട്ടിക്കുണ്ടാകുന്ന ഇത്തരത്തിലുള്ള ദാരുണമായ അന്ത്യം അത് കണ്ട കുട്ടികൾക്കും അത് കേട്ട അതിന് സാക്ഷിയായ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്കുണ്ടാകുന്ന മാനസികമായ ആഘാതം അവരുടെ പഠിത്തത്തിൽ, അവരുടെ ചിന്തയിൽ, അവരുടെ അങ്ങോട്ടുള്ള ഓരോ ഘട്ടങ്ങൾ പിന്നിടുമ്പോൾ വളർച്ചയിലും അതുപോലെ ക്ലാസ്സുകൾ പിന്നിടുമ്പോഴും ഒക്കെ അവരുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്നത് തങ്ങളോടൊപ്പം പഠിച്ച തങ്ങളുടെ കൂട്ടുകാരനായിരുന്ന, തങ്ങളോടൊപ്പം കളിച്ച കൂട്ടുകാരനായിരുന്ന, സഹപാഠിയായിരുന്ന മിഥുന്റെ ആ മരണം കണ്ട കുട്ടികളെ സംബന്ധിച്ചിടത്തോളം DCC പ്രസിഡന്റ് P രാജേന്ദ്രപ്രസാദ് മുഖ്യപ്രഭാഷണം നടത്തി. ഞാനല്ല ഇതൊന്നും ചെയ്തത്, എന്റെ മുന്നേ ഉള്ള മാനേജർമാർ, ശക്തരായ മാനേജർമാർ. എന്താണ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കളെ തള്ളി പറയുന്നോ? വക്കീൽ മാത്രമല്ലല്ലോ, ഇതിന്റെ ആദ്യത്തെ മാനേജർ സഖാവ് CP കരുണാകരൻപിള്ളയാണ്, ശക്തനായ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാവ്. ഞാൻ വളരെ ദുഃഖത്തോടു കൂടി പറയുന്നു, ഈ പ്രദേശത്തെ ഈ ചുറ്റുപാടിൽ ആദ്യമായി ഉണ്ടായ ഹൈസ്കൂളാണ്. നെൽപ്പരക്കുന്ന് ഹൈസ്കൂൾ പിന്നെ ഉണ്ടായത്, അയ്യങ്കോയ്ക്കൽ ഹൈസ്കൂൾ പിന്നെ ഉണ്ടായത്, വിലാദേശിനി ഹൈസ്കൂൾ പിന്നെ ഉണ്ടായത്, വയനാപ്പള്ളി കടപ്പ ഗവൺമെന്റ് ഹൈസ്കൂൾ പിന്നെ ഉണ്ടായത്. അത് ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നപ്പോൾ ഉണ്ടായതാണ്. ബേബി സാർ തന്നാണ്, ബേബി ജോൺ വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്നപ്പോൾ തന്നാണ്. കോൺഗ്രസ് ബ്ലോക്ക് മണ്ഡലം ജില്ലാ നേതാക്കൾ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. CPI സംസ്ഥാന സമ്മേളനം സെപ്റ്റംബർ 8 മുതൽ 12 വരെ ആലപ്പുഴയിൽ നടക്കും. പാർട്ടി ശതാബ്ദി ആഘോഷ സമ്മേളനം ഓഗസ്റ്റ് 19 വയലാറിൽ നടത്തും. സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഉദ്ഘാടനം ചെയ്യും. സംഘാടക സമിതി ഭാരവാഹികളാണ് ഇക്കാര്യം അറിയിച്ചത്. CPI 25ാം പാർട്ടി കോൺഗ്രസിന്റെ മുന്നോടിയായുള്ള സംസ്ഥാന സമ്മേളനം സെപ്റ്റംബർ 8 മുതൽ 12 വരെ ആലപ്പുഴയിൽ നടക്കും. ഇതുമായി ബന്ധപ്പെട്ട് വയലാറിൽ ഓഗസ്റ്റ് 19 പാർട്ടി ശതാബ്ദി ആഘോഷ സമ്മേളനം നടത്തുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ അറിയിച്ചു. P കൃഷ്ണപിള്ള അനുസ്മരണ ദിനമായ ഓഗസ്റ്റ് 19 നടത്തുന്ന ശതാബ്ദി ആഘോഷ സമ്മേളനം സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഉദ്ഘാടനം ചെയ്യും. മന്ത്രി K രാജൻ മുഖ്യപ്രഭാഷണം നടത്തും.
മന്ത്രി പി പ്രസാദ് അധ്യക്ഷത വഹിക്കും. സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി ജില്ലയിൽ 1000 കുടുംബ സദസ്സുകൾ സംഘടിപ്പിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. പാർട്ടിയുടെ സമ്മേളനങ്ങൾക്കുള്ള പ്രാധാന്യം, പാർട്ടി സംഘടനാപരമായും രാഷ്ട്രീയപരവുമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നത് ഈ സമ്മേളനങ്ങളുടെ ഭാഗമായിട്ടാണ് എന്നുള്ളതാണ്. അന്തിമമായി പാർട്ടി കോൺഗ്രസോട് കൂടിയിട്ടാണ് പാർട്ടി വരുന്ന ആളുകളിൽ സ്വീകരിക്കേണ്ടുന്ന രാഷ്ട്രീയ നിലപാടുകളടക്കമുള്ള കാര്യങ്ങളിൽ അന്തിമമായ തീരുമാനത്തിലേക്ക് എത്തുന്നത്. 25ാമത്തെ പാർട്ടി കോൺഗ്രസിൻ്റെ മുന്നോടിയായിട്ടാണ് CPIയുടെ സംസ്ഥാന സമ്മേളനം സെപ്റ്റംബർ മാസം 8 മുതൽ 12 വരെ ആലപ്പുഴയിൽ ചേരുന്നത്. ഓരോ ജില്ലകൾക്ക് സമ്മേളനം നിശ്ചയിച്ചു കൊടുക്കുമ്പോൾ അതിനനുസരിച്ച് സമ്മേളനങ്ങൾ സംഘടിപ്പിക്കുക എന്നതാണ്. ആലപ്പുഴയിലാണ് സമ്മേളനം ഞങ്ങൾ ഇപ്രാവശ്യം നിശ്ചയിച്ചത്. കഴിഞ്ഞ 42 വർഷത്തെ ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷമാണ് ആലപ്പുഴയിൽ സംസ്ഥാന സമ്മേളനം നടക്കുന്നത് എന്നുള്ള പ്രത്യേകതയുണ്ട്. ഈ സമ്മേളനം ഏറ്റവും വലിയ വിജയപ്രദമാക്കി തീർക്കുന്നതിനുള്ള ഒരുക്കങ്ങളിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആലപ്പുഴ ജില്ലയിലെ എല്ലാ ഘടകങ്ങളും പ്രവേശിച്ചിരിക്കുകയാണ്. ഓഗസ്റ്റ് 11 ആലപ്പുഴയിൽ ട്രേഡ് യൂണിയൻ സെമിനാർ, ഓഗസ്റ്റ് 10 മാവേലിക്കരയിൽ ദളിത് അവകാശ സംരക്ഷണ സെമിനാർ, ഓഗസ്റ്റ് 16 ഹരിപ്പാട്ട് യൂത്ത് കോൺക്ലേവ്, കായംകുളത്ത് സെമിനാർ എന്നിവ സംഘടിപ്പിക്കും. ഓഗസ്റ്റ് 22 ചെങ്ങന്നൂരിൽ സെമിനാറും ഓഗസ്റ്റ് 24 ആലപ്പുഴ ജനറൽ പാർക്കിൽ മാധ്യമ സെമിനാറും സംഘടിപ്പിക്കും. ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. കൊടിത്തുറ സ്കൂൾ അധ്യാപികയായിരുന്ന ഡാലിയയുടെ അനുസ്മരണം സംഘടിപ്പിച്ചു. അവയവദാനത്തിലൂടെ ശ്രദ്ധേയായിരുന്നു ഡാലിയ ടീച്ചർ. ഛായാചിത്ര പ്രകാശനവും ഇതോടനുബന്ധിച്ച് നടത്തി. അവയവദാനത്തിലൂടെ ശ്രദ്ധേയയായ അഴീക്കൽ കുഴുത്തുറ സ്കൂളിലെ അധ്യാപികയായിരുന്ന ഡാലിയയുടെ അനുസ്മരണം നടത്തി. കവി കുരീപ്പുഴ ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. ലെനിൻ ബാല വരച്ച ഡാലിയ ടീച്ചറിന്റെ ഛായാചിത്രം കാതികനും എഴുത്തുകാരനുമായ പ്രൊഫസർ വസന്തകുമാർ സാംബശിവൻ അനാച്ഛാദനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് അംഗം വസന്ത രമേശ് അധ്യക്ഷത വഹിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ ആർ പ്രീത, പ്രധാനാധ്യാപിക യൽഗീത, ഡോക്ടർ ബേസിൽ രാജു, അനീഷ, പൂർവ്വ വിദ്യാർത്ഥി കാർത്തിക് ശശി, മുൻ PTA പ്രസിഡന്റ് വിനു വി അപ്പൻ, പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ ട്രഷറർ ബീന തമ്പി, സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ അംഗം പ്രദീപ്, ഡാലിയ ടീച്ചറുടെ കുടുംബാംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. SSLC പരീക്ഷയിൽ മികച്ച വിജയം നേടുന്നവർക്കായി ടീച്ചറിന്റെ സ്മരണാർത്ഥം കുടുംബം ഏർപ്പെടുത്തിയ ക്യാഷ് അവാർഡും മൊമന്റോയും ഋതിക് കൃഷ്ണ, സാന്ദ്ര സജി എന്നീ വിദ്യാർത്ഥികൾക്ക് സമ്മാനിച്ചു. ടീച്ചറിന്റെ ഹൃദയം തുടിക്കുന്ന അനുഷ്ക എന്ന കുട്ടിക്കായി കുഴുത്തുറ സ്കൂളിലെ അധ്യാപകർ സമാഹരിച്ച തുകയും ചടങ്ങിൽ കൈമാറി. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. ചവറ കരിത്തുറയിൽ ശക്തമായ കടൽ കയറ്റം. കരിമണൽ ഖനന മേഖലയിലാണ് കടൽക്ഷോഭം ശക്തമായത്. മണൽ ചാക്കുകൾ തകർത്താണ് തീരത്തേക്ക് കടൽ കയറുന്നത്. IREയുടെ കരിമണൽ ഖനന മേഖലയായ കരുത്തുറ പ്രദേശത്താണ് കടൽ കയറ്റം രൂക്ഷമായത്. ഖനനം നടത്തിയ ശേഷം കാറ്റാടി മരങ്ങൾ വളർന്നു നിൽക്കുന്ന ഭാഗത്താണ് തകർന്ന കടൽഭിത്തി കടന്ന് വെള്ളം ഇരച്ചു കയറിയത്. $50 മീറ്ററോളം ഉള്ളിലേക്ക് തിരമാല അടിച്ചു കയറി. വെള്ളം കയറാതിരിക്കാൻ മണ്ണുകൂട്ടി സംരക്ഷണം തീർത്തിട്ടുണ്ടെങ്കിലും അതും തകർത്താണ് വെള്ളം കയറിയത്. വീടുകളിൽ വെള്ളം കയറിയിട്ടില്ല. കടൽഭിത്തി ബലപ്പെടുത്തി തീരം സംരക്ഷിക്കണമെന്ന ആവശ്യം ശക്തമാണ്. അശാസ്ത്രീയ ഖനനം മൂലം മുമ്പെങ്ങും ഇല്ലാത്ത വിധം പ്രദേശത്ത് കടൽ കയറ്റം ഉണ്ടാകുകയാണെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ന്യൂസ് ബ്യൂറോ, ചവറ. കാമ്പിശ്ശേരി കരുണാകരൻ TK തേവൻ അനുസ്മരണം വള്ളികുന്നം കാമ്പിശ്ശേരിയിൽ നടത്തി. പ്രതിഭാസംഗമം, അനുമോദനം എന്നിവയും ഇതിന്റെ ഭാഗമായി സംഘടിപ്പിച്ചു. ആദരവ്, ഡോക്യുമെന്ററി പ്രകാശനം എന്നിവയും നടത്തി. ശൂരനാട് സമരസേനാനി TK തേവന്റെ 12ാമത് അനുസ്മരണവും കമ്മ്യൂണിസ്റ്റ് നേതാവും സ്വാതന്ത്ര്യ സമര സേനാനിയും നിയമസഭാ സാമാജികനുമായിരുന്ന കാമ്പിശ്ശേരി കരുണാകരന്റെ 48ാമത് അനുസ്മരണവുമാണ് വള്ളികുന്നം മണക്കാട് കാമ്പിശ്ശേരി സ്മാരക നിലയത്തിൽ സംഘടിപ്പിച്ചത്. CPIയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച അനുസ്മരണ പരിപാടി AITUC സംസ്ഥാന പ്രസിഡന്റ് TJ ആഞ്ചലോസ് ഉദ്ഘാടനം ചെയ്തു. അതല്ലാതെ ഒരു കൂട്ടായ്മ പാർട്ടി സംസ്ഥാന സെക്രട്ടറി പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തണം എന്നുള്ള ആലോചനയാണ്. അത് ഏറെക്കുറെ അടുത്ത ദിവസം തന്നെ നമ്മൾ അത്തരം ഒരു ആലോചന നടത്തും. കാരണം ആലപ്പുഴയിൽ 43 ആണ്ടുകൾക്ക് ശേഷം സംസ്ഥാന സമ്മേളനം നടക്കുമ്പോൾ നമുക്ക് അത്തരം സ്മരണകൾ അത് ഒന്നുകൂടി അയവാക്കി മുന്നോട്ട് പോകേണ്ടതുണ്ടായി. 49-ലാണ് ശൂരനാട് സമരം നടക്കുന്നത്.
46 മുമ്പാണ് പുനഃപ്രവേശന സമരം. കഴിഞ്ഞ ദിവസം ആലപ്പുഴയിലെ ആദ്യത്തെ തൊഴിലാളി രക്തസാക്ഷിയായിട്ടുള്ള ഗരുഡൻ ബാബയുടെ വസതിയിൽ ഞങ്ങൾ ഒത്തുകൂടി അവിടെ അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചു. 50 സമരത്തിൽ പോലീസിന്റെ ഭീകരമായി മർദ്ദനമേറ്റ് മരിച്ചയാളാണ് അദ്ദേഹം. പോലീസ് തന്നെയാണ് റിപ്പോർട്ട് കൂടിയെന്ന് വീട്ടിൽ ദയിപ്പിച്ച് പോരുകയാണ് ഉണ്ടായത്. അപ്പൊ അന്ന് നമ്മുടെ നാട് എങ്ങനെയായിരുന്നു, തിരുവിതാംകൂർ എങ്ങനെയായിരുന്നു, അമ്പലപ്പുഴ ചേർത്തല താലൂക്കുകൾ എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ ശൂരനാട് എങ്ങനെയായിരുന്നു എന്ന് ബോധ്യപ്പെടുന്ന അനുഭവങ്ങളാണ് നിലനിൽക്കുന്നത്. CPI വള്ളികുന്നം കിഴക്ക് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കെ ജയമോഹൻ, എസ് മോഹനൻ പിള്ള, എം മുഹമ്മദ് അലി, ഡി രോഹിണി, സലിംകുമാർ പനത്താഴ, ഗീതാ മധു, VG മനോജ്, അഡ്വക്കേറ്റ് കെ വിജയൻ, ഇന്ദു കൃഷ്ണൻ, സെലിൻ ഗോപി എന്നിവർ പങ്കെടുത്തു. ഇതിന്റെ ഭാഗമായി അനുമോദനം, പ്രതിഭാസംഗമം, ആദരവ് എന്നിവയും സംഘടിപ്പിച്ചു. CPI ചാരിമൂട് മണ്ഡലം സെക്രട്ടറി എം മുഹമ്മദ് അലിയാണ് അവാർഡ് ജേതാക്കളെ ആദരിച്ചത്. ലോക്കൽ കമ്മിറ്റി അംഗം പ്രമോദ് പി നായർ സംവിധാനം ചെയ്ത ഡോക്യുമെന്ററിയുടെ പ്രദർശനവും ഇതോടനുബന്ധിച്ച് നടന്നു. ന്യൂസ് ബ്യൂറോ, വള്ളികുന്നം. കുളത്തൂപ്പുഴ 11 മൈലിൽ മരം കടപുഴകി ഗതാഗതം തടസ്സപ്പെട്ടു. മരത്തിനടിയിൽപ്പെട്ട് ബൈക്ക് തകർന്നു, കാറിനും കേടുപാടുകൾ സംഭവിച്ചു. അപകടാവസ്ഥയിലായ മരങ്ങൾ മുറിച്ചു മാറ്റാത്തതിൽ കോൺഗ്രസ് അംഗങ്ങൾ പ്രതിഷേധിച്ചു. ചെറുപ്പക്കാരെല്ലാം കൂടെ വെട്ടിമാറ്റിയത്, രാഷ്ട്രീയം പോലും ഇല്ലാതെ ഞങ്ങൾ വെട്ടിമാറ്റുന്ന മരം. ഫയർഫോഴ്സ് വരുന്നതിന് ഞങ്ങൾ മരങ്ങൾ മുറിച്ചു മാറ്റിയിട്ടുണ്ടല്ലോ. അന്ന് എവിടെ പോയായിരുന്നു ഈ ഫയർഫോഴ്സ് ഒക്കെ? അന്ന് ഞങ്ങൾ തന്നെ അവർ മുറിച്ചു മാറ്റുന്നത്. 6 വയസ്സ് സഹായം മേടിച്ചില്ല, ഒരു 5 വയസ്സ് സഹായം മേടിക്കാതെ ഞങ്ങൾ മരം മുറിച്ചത്. എന്റെ ഫോണ് പോയി, ഇത് നന്നാക്കി എടുത്തതാ. പാതിരാത്രി 10-12 മണിക്കാണ് മരം വെട്ടി മാറ്റിയത്. വണ്ടിക്ക് മാത്രമല്ല, അത് വെട്ടി മാറ്റിയ കറണ്ടിനോ 4-5 ദിവസം കഴിഞ്ഞല്ലേ കറണ്ട് വരുന്നത്. തന്നെ ഇതിപ്പോ നിങ്ങളിത് വെട്ടി മാറ്റി അങ്ങോട്ട് പോകുമ്പോൾ അടുത്ത മരം. കുളത്തൂപ്പുഴയിൽ കഴിഞ്ഞ ദിവസം വൈകിട്ടായിരുന്നു സംഭവം. മരം കടപുഴകി വീണതിനെ തുടർന്നാണ് ഗതാഗതം പൂർണ്ണമായും സ്തംഭിച്ചത്. റോഡിലൂടെ കടന്നുപോയ ബൈക്കിന്റെ മുൻഭാഗം അപകടത്തിൽ തകർന്നു. ഈ സമയം ഇതുവഴി കടന്നുപോയ കാറിനും തകരാറുകൾ സംഭവിച്ചു. സമീപ വസ്തുവിലെ മതിലും മരം വീണ് തകർന്നു. കുളത്തൂപ്പുഴയിലേക്കുള്ള KSRTC ബസ് ഉൾപ്പെടെ യാത്ര അവസാനിപ്പിക്കേണ്ടി വന്നു. സ്കൂൾ വാഹനങ്ങളും വഴിയിൽ കുരുങ്ങി. അപകടാവസ്ഥയിലുള്ള നിരവധി മരങ്ങൾ മലയോര ഹൈവേയിലുണ്ടെന്നും ഇത് നിരവധി തവണ ചൂണ്ടിക്കാട്ടിയതാണെന്നും മരം മുറിച്ചു മാറ്റാമെന്ന കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്തിന്റെ വാക്ക് പാലിക്കപ്പെട്ടില്ലെന്നും ആരോപിച്ച് കോൺഗ്രസ് അംഗങ്ങളായ സിബിലേഷ് കുമാർ, സന്തോഷ്, ജോസഫ് എന്നിവർ മരം മുറിച്ചു നീക്കാൻ അനുവദിക്കാതെ റോഡിൽ പ്രതിഷേധിച്ചു. തുടർന്ന് പൊതുമരാമത്ത് ഉദ്യോഗസ്ഥരും പഞ്ചായത്ത് അധികൃതരും സ്ഥലത്തെത്തി. എന്നാൽ അപകടകരമായ മരങ്ങൾ മുറിച്ചു മാറ്റിയിട്ടേ മരങ്ങൾ റോഡിൽ നിന്ന് മാറ്റാൻ അനുവദിക്കുകയുള്ളൂ എന്ന് കോൺഗ്രസ് അംഗങ്ങൾ വ്യക്തമാക്കി. പോലീസ് അനുനയിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും വിജയിച്ചില്ല. തുടർന്ന് കൂടുതൽ പോലീസ് സ്ഥലത്തെത്തി. സമരക്കാരുമായി വാക്കേറ്റവും ഊന്തും തള്ളുമുണ്ടായി. പിന്നീട് അനുനയത്തിലൂടെ മരങ്ങൾ മുറിച്ചു മാറ്റുകയായിരുന്നു. ഇനിയൊരു മരം ഇതിനിടയ്ക്ക് മുറിച്ചു മാറ്റാതെ ഇവിടെ വീണ് കഴിഞ്ഞാൽ ഇനി എന്ത് പ്രശ്നമുണ്ടായാലും ഞങ്ങളിത് മാറ്റത്തില്ല. അതിന് ഇനി അറസ്റ്റ് ചെയ്യേണ്ടി വന്നാൽ, അറസ്റ്റ് വരിക്കേണ്ടി വന്നാൽ അറസ്റ്റിനും തയ്യാറായി തന്നെ ഞങ്ങൾ നിൽക്കും. അതുകൊണ്ട് ഇത് അധികാരികൾക്കുള്ളൊരു താക്കീതാണ്. PWക്കാർ ഇവിടെ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ഞങ്ങൾ ഈ സമരം ഇപ്പോൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. 6-7 മരങ്ങൾ ഈ വാർഡിൽ തന്നെ അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്നുണ്ട്. അത് എല്ലാം മുറിച്ചു മാറ്റുന്നതിന് വേണ്ടിയിട്ട് നിരവധി തവണ കത്തുകൾ കൊടുത്ത് തീരുമാനമായിട്ടുള്ളൊരു കാര്യമാണ്. നാളെ ഇതുവരെ അതിന് മുറിച്ചു മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു നടപടിക്രമങ്ങൾ ചെയ്തില്ല എന്ന് മാത്രമല്ല, ഇന്ന് ഈ മരം വീഴുമ്പോൾ സ്കൂൾ ടൈമിലാണ് വീണുകൊണ്ടിരുന്നത്. യാത്രികൻ രക്ഷപ്പെട്ടു. ഇന്നിപ്പോ പൊതുജനങ്ങളുടെ ഒരു ആവശ്യപ്രകാരമാണ് ഈ സമരം ഞങ്ങൾ അവസാനിപ്പിക്കുന്നത്. കാരണം ഇനി നാളുകളിൽ വീണ്ടും മരം വീഴാൻ സാധ്യതയുണ്ട്. പൊതുജനങ്ങളുടെ ബുദ്ധിമുട്ടും അവരുടെ രോഗികളടക്കമുള്ള ആളുകൾ വന്നു നിൽക്കുന്ന സാഹചര്യത്തിലാണ് എയർപോർട്ടിൽ പോകാൻ ആളുകളെ. അപ്പോഴാണ് ഞങ്ങൾ ഈ സമരം ഇന്ന് അവസാനിപ്പിച്ചിട്ടുള്ളത്. ഇത് വീണ്ടും ഈ മരങ്ങൾ മുറിച്ചു മാറ്റിയിട്ടില്ല എങ്കിൽ തുടർ സമരങ്ങൾ ഉണ്ടാകുക തന്നെ ചെയ്യും. ഈ പ്രതിഷേധം ഉണ്ടായവർക്കെതിരെ നടപടിയെടുക്കാൻ വേണ്ടി മാത്രം നടക്കുന്ന ഒരു രീതിയാണ്. അതായത് പാവപ്പെട്ടവന്റെയും സാധാരണക്കാരന്റെയും അത്താണിയായ കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റും ഭരണസമിതി നേതൃത്വവും ഈ ഒരു പ്രശ്നമുണ്ടായപ്പോൾ, അത്രയും വളരെ ജനങ്ങളെ ബാധിക്കുന്ന വിഷയം ഉണ്ടാകുന്ന ഈ സമയമായപ്പോൾ ഇവിടെ തിരിഞ്ഞു നോക്കിയില്ല എന്നുള്ളത് വളരെയധികം അതിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുക. ന്യൂസ് ബ്യൂറോ, കുളത്തൂപ്പുഴ. ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി പോഷകാഹാര കിറ്റുകൾ വിതരണം ചെയ്തു. 4ാം ഘട്ട വിതരണമാണ് കരുനാഗപ്പള്ളിയിൽ നടത്തിയത്. തഹസിൽദാർ R. സുശീല ഉദ്ഘാടനം ചെയ്തു.
ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി കരുനാഗപ്പള്ളി താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് രോഗികൾക്കുള്ള പോഷകാഹാര കിറ്റുകൾ വിതരണം ചെയ്തത്. 4ാം ഘട്ട വിതരണം കരുനാഗപ്പള്ളി മിനി സിവിൽ സ്റ്റേഷൻ കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിച്ചു. തഹസീൽദാർ ആർ സുശീല ഉദ്ഘാടനം ചെയ്തു. കാരണം ചാരിറ്റബിൾ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പലരും ചെയ്യാറുണ്ട്. അതിലെ ആരോഗ്യ മേഖലയായും നമ്മുടെ തഹസീൽദാർ പറഞ്ഞ പോലെ വിദ്യാഭ്യാസ മേഖലയായും ഒക്കെ ചെയ്യുന്നതിൽ ഏറെ കൂടുതൽ സാമൂഹ്യ സേവനത്തിൽ എല്ലാ അർത്ഥത്തിലും മുൻപന്തിയിലെടുത്ത് സൊസൈറ്റിയാണ് റെഡ് ക്രോസ് എന്ന് പറയുന്നത്. ഡി സുമംഗല അധ്യക്ഷത വഹിച്ചു. ക്ഷയരോഗ ആശുപത്രിയിലെ രോഗികൾക്ക് തുടർച്ചയായിട്ട് 6 മാസം നമ്മൾ കിറ്റുകൾ വിതരണം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഹോസ്പിറ്റലിൽ നിന്ന് തരുന്ന ലിസ്റ്റ് പ്രകാരമുള്ള ആളുകൾ, ഏറ്റവും പാവപ്പെട്ടവരായി ഉള്ള ആളുകൾക്കാണ് നമ്മളിവിടെ കിറ്റ് വിതരണം ചെയ്യുന്നത്. ഈ കിറ്റ് വിതരണം ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നത് മറ്റ് പല സ്ഥാപനങ്ങളുമാണ്. ഇന്ന് നമുക്ക് കിറ്റ് വിതരണം ചെയ്യാൻ ശ്രീ ബ്ലൂ ചിപ്പ് കോർപ്പറേറ്റ് ഇൻവെസ്റ്റ്മെന്റ് സെന്റർ മാനേജർ ശ്രീ സുമേഷാണ്. അദ്ദേഹത്തിന് പ്രത്യേകം നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഡോക്ടർ പി മീന കിറ്റുകൾ വിതരണം ചെയ്തു. കോടിയാട്ട് രാമചന്ദ്രൻപിള്ള, ഡോക്ടർ കെ ജി മോഹൻ, സുമേഷ്, ജി സുന്ദരേശൻ, മഹേഷ്, സുജ പി, സജീവ് മാമ്പ്ര, എസ് ശിവകുമാർ, എൻ എസ് സജീവകുമാർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. പ്രധാന വാർത്തകൾ വീണ്ടും. കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ ശക്തമായ കടൽ കയറ്റം. ആറാട്ടുപുഴയിൽ വീട് തകർന്നു, നിരവധി വീടുകൾ അപകട ഭീഷണി. ചവറ കരിത്തുറയിലും കടൽ കയറ്റം. കുളത്തൂപ്പുഴ 11ാം മൈലിൽ മരം കടപുഴകി ഗതാഗതം തടസ്സപ്പെട്ടു. മരത്തിനടിയിൽപ്പെട്ട് ബൈക്ക് തകർന്നു, കാറിനും കേടുപാടുകൾ സംഭവിച്ചു. അപകടാവസ്ഥയിലായ മരങ്ങൾ മുറിച്ചു മാറ്റാത്തതിൽ കോൺഗ്രസിന്റെ പ്രതിഷേധം. യുവതിയുടെ മോർഫ് ചെയ്ത ചിത്രങ്ങൾ കാട്ടി പണം തട്ടാൻ ശ്രമം. മൈനാഗപ്പള്ളി സ്വദേശിയായ സെയിൽസ്മാൻ അറസ്റ്റിൽ. വിവാഹ വസ്തു വാങ്ങാനെത്തിയ 24 വയസ്സുകാരിയുടെ ഫോട്ടോ എടുത്ത് മോർഫ് ചെയ്ത കേസിലാണ് അറസ്റ്റ്. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ലൈബ്രറികളുള്ള 2ാമത്തെ ജില്ല കൊല്ലമാണെന്ന് മന്ത്രി കെ.എൻ. ബാലഗോപാൽ. ചിന്നക്കടയിൽ ജില്ലാ ലൈബ്രറി കൗൺസിലിന്റെ ആസ്ഥാന മന്ദിരമായ ONV സെന്റർ നാടിന് സമർപ്പിച്ചു. ഡിജിറ്റൽ സങ്കേതങ്ങളിലൂടെ വായനയുടെ പ്രയാണം തുടരുകയാണെന്നും മന്ത്രി. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.